ഞാനും എനിക്കും ഇതുപോലെയും ഇങ്ങനെയൊക്കെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും സുഗതൻ്റെ ഒരു പ്രിവിലേജ് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഹർഷചേട്ടൻ പറഞ്ഞ പോലെ സുഗതൻ്റെ പേഴ്സണൽ AG എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതും കൂടെയാണല്ലോ. ഞാൻ ആലോചിക്കുകയാണ്, ശബരിനാഥൻ അദ്ദേഹം ഒരു ബാഹുബലിയെ പോലെയാണ് പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായി, അതായത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുവാൻ വേണ്ടി കോർപ്പറേഷനിൽ നിരന്തരം പോരാടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായും LDF CPM അക്കാര്യത്തിൽ പിന്നോട്ടല്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ദിവസത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് കൊടുത്ത, അതായത് UDF സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്ത ഈ ഈ കടലാസ് വെച്ചിട്ടാണല്ലോ നിലവിൽ അവധി അപേക്ഷയിൽ ഈ നിയമോപദേശം വെച്ചിട്ടാണല്ലോ നിലവിൽ അവിടെ ഇങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിരിക്കുന്നത്. BJPക്ക് ഒരു ആശ്വാസം ഇന്ന് കോർപ്പറേഷനിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയായി മാറിയിരിക്കുകയാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് എന്നുള്ളതിലൊരു തർക്കമില്ല. എന്നിട്ട് മറ്റൊരു വാർത്തയാണ്, ഈ കത്ത് കൊടുത്തതിലെ ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് എന്നാണ് നമുക്ക് തന്നെയുള്ള വാർത്ത, അല്ലേ? അങ്ങനെയല്ല, മനഃപൂർവ്വം ഇത് രമേശ് ചെന്നിത്തല അറിഞ്ഞു ചെയ്തതെന്നൊന്നും ഞാനിപ്പോൾ ആരോപിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ അറിയിക്കുക, ഈ കത്ത് കൊടുത്തിരിക്കുന്ന 20/7/2026 ഇതിന്റെ ഏറ്റവും മുകളിലുള്ളതാ. ഇന്ന് 31ആയി, 11 ദിവസമായി. സ്വന്തം വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യം 11 ദിവസമായിട്ട് ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ലേ എന്നുള്ളതല്ലേ നമ്മൾ അതിനെ ആലോചിക്കേണ്ടത്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ BJP ഭരിക്കുകയാണ്. അപ്പോൾ അവിടെ അതായത് കേവല ഭൂരിപക്ഷം അത്രയേ ഉള്ളൂ അവർക്ക്. 51 എന്നുള്ളത് ഒരു സ്വതന്ത്രൻ്റെ അടക്കം പിന്തുണയോടെ മാത്രമാണ്. അത് 101 സീറ്റ്, അതിൽ 50 BJPക്കുണ്ട്. ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇവർ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരു സുവർണാവസരം പ്രതിപക്ഷത്തിന് ലഭിച്ചിട്ട്, അതായത് അവിടെ കോൺഗ്രസിനും അതുപോലെ തന്നെ CPIM-നും ലഭിച്ചിട്ട് അതിൽ തന്നെ ഒരു നിർണായക നീക്കം. ഒന്നാമത്തെ അഗ്നിപരീക്ഷ കഴിഞ്ഞു, അതിനും ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ ജയിലിൽ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊക്കെ ഒരുങ്ങുകയും അതിൽ ഏതൊക്കെ രീതിയിലാണ് അത് ഒരുക്കി കൊടുത്തിരിക്കുന്നതെന്നൊക്കെ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ അയോഗ്യതാ ഭീഷണിയിൽ വരുന്നത്. ഒരു കച്ചിത്തുരുമ്പായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റമോ ചലനമോ ചിലപ്പോൾ ഒരു മറിച്ചിടലോ വലിയൊരു വാർത്തയോ തിരുവനന്തപുരത്ത് നിന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഈ കാര്യത്തിൽ. കാരണം അങ്ങനെയുള്ള ഒരു കലുഷിതമായ നിർണായകമായ ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് പറയാൻ, ആ സുവർണാവസരം മുതലാക്കുവാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് തന്നെ അനുവദിച്ചിട്ടില്ല, അവർ ഭരിക്കുന്ന സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് തന്നെ ആ കാര്യത്തിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അയോഗ്യതയില്ല ഈ പറയുന്നത് പോലെ. ഇന്നു മുതൽ തന്നെ മറ്റാശങ്കകളില്ലാതെ ഇനി ഇവർ നിയമവഴിക്ക് പോകും എന്നാണ് പറയുന്നത്. എന്നാലും മറ്റാശങ്കകൾ ഈ ഘട്ടത്തിലില്ലാതെ തന്നെ അദ്ദേഹത്തിന്, അതായത് മേയർ VV രാജേഷിന് ഇനി അങ്ങോട്ടേക്ക് ഭരിക്കാം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ മേനി നടിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ. കോർപ്പറേഷനിലെ ഭരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. ആ ഭരണം ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് വേണ്ടേ ഒന്ന് കാല് നീട്ടാൻ എന്ന് പറഞ്ഞതുപോലെയാണ്. അത് എന്തായാലും ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എന്തായാലും സുഗതൻ്റെ കാര്യത്തിൽ സുഗതനും ആശ്വാസമായിരിക്കുന്നു. അദ്ദേഹം ജനവിധി തേടിയത് ഇതൊന്നും മറച്ചു വെച്ചിട്ടല്ല എന്നൊക്കെയാണ് കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തെ ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായാൽ കൊള്ളാം എന്നുണ്ട്. അതൊരു കാപ്പ കേസ് പ്രതിക്കാതെ, അത് 1ഉം 2ഉം കേസൊന്നുമല്ല, വിവിധ തരത്തിൽ വിവിധ ടൈപ്പിലുള്ള, ഇനി വേറെ പ്രത്യേകിച്ച് രാഷ്ട്രീയ കേസുകൾ മാത്രമല്ല, അല്ലാതുള്ള എല്ലാ കേസുകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി കൂടിയാണ് ഇവർ ഇത്രയും റിസ്ക് എടുത്ത് നിലകൊണ്ടത് എന്നുള്ളത് കൂടി ആലോചിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.